ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തേങ്ങ അരക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാറുകറി അല്ലെങ്കിൽ ഒരു കുമ്പളങ്ങ ചാറായിട്ടാണ്. ചോറിനൊപ്പം മോരുകറിയും സാമ്പാറും രസവും ഒക്കെ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പി കാണാം. ചാറുകറി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മൾക്ക് കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയാണ്. അതിൻ്റെ നടുഭാഗത്തുണ്ടായിരുന്ന കുരുവിൻ്റെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഞാനൊരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഒന്നും ഓൺ ചെയ്യുന്നില്ല. അതിന് മുന്നേയായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ സവാളയുടെ പകുതി നമ്മൾക്ക് ഇതിലേക്ക് സ്ലൈസ് ആയിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതോടൊപ്പം തന്നെ 3 പച്ചമുളക് സ്ലൈസ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അത്രയും നമ്മൾക്ക് ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജീരകപ്പൊടി അല്ലെങ്കിൽ ജീരകം ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകം മാത്രമാണ്. അതോടൊപ്പം തന്നെ ആവശ്യമായ ഉപ്പും കൂടെ നമ്മൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ വേവിക്കുന്നതിനായിട്ട് വെള്ളത്തിന് പകരം ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തന്നെ ഒഴിച്ച് വേവിക്കാം. എന്നിട്ട് അവസാനം നിങ്ങൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ തേങ്ങാപ്പാലിൽ തന്നെയാണ് കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നത്. തേങ്ങാപ്പാലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുമ്പളങ്ങ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് 8-9 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തുറന്നു നോക്കിയപ്പോൾ നന്നായി തന്നെ കുമ്പളങ്ങ വെന്തും വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ കുറച്ച് വറ്റിയിട്ടുമുണ്ട്. ഈ സമയം ഒരു ബൗളിലേക്ക് നമ്മൾക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇവിടെ കിട്ടുന്നത് നല്ല കട്ടി തൈരായതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് എടുക്കുന്നത്. അതിനുശേഷം മിക്സിയിലൊന്നും അടിക്കരുത്. നമ്മളുടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് ഉടച്ചെടുക്കുക. നല്ല ക്രീമി ആയിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായി തന്നെ ഇത് ഉടച്ചെടുക്കുക. തൈര് ഇപ്പോൾ നന്നായി തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് തന്നെയാണ് നമ്മൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മളുടെ ചാറുകറിയിലേക്ക് തൈര് ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം മാത്രം നമ്മളുടെ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഇത് യോജിപ്പിക്കാം. ഇപ്പോൾ തൈരൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ രണ്ടാമത് സ്റ്റൗ ഒന്നും ഓൺ ചെയ്യരുത്. അപ്പോൾ ഇത് പിരിഞ്ഞ പോലെ വരും. അതുകൊണ്ട് നമ്മളുടെ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മളുടെ തൈരെല്ലാം റെഡി ആയിട്ട് വരും. ചാറ് കറിയിലേക്ക് കടുക് താളിച്ചിടാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 വറ്റൽമുളകും കൂടെ ചേർത്ത് നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ കടുക് താളിച്ച് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ സ്ത്രീകളുടെയും ചിന്തയിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ ചോറിൻ്റെ കൂടെ എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഈ ഒരു ചാറുകറി ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പോഴും ഉണ്ടാക്കുന്ന കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും നല്ല രുചിയോടുകൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാറുകറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.